മുഹമ്മദ് വഅല ആലി സയ്യിദിനാ വമൗലാന മുഹമ്മദ്. പ്രവാചകരുമായി ബന്ധപ്പെട്ട അടുത്ത വിശേഷം, അവിടുന്ന് അള്ളാഹുവിൻ്റെ അടിമകളാകുന്ന നമുക്ക് ഔദാര്യമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഔദാര്യമാണ്, നമുക്ക് വലിയ ഒരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമുക്ക് വലിയ അനുഗ്രഹമായും ഔദാര്യമായും അള്ളാഹു തന്നിട്ടുള്ള സമ്മാനമായിട്ടാണ് പ്രവാചകരെ തന്നെ യഥാർത്ഥത്തിൽ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. എന്നു മാത്രമല്ല, സർവാനുഗ്രഹങ്ങളുടെയും വിശാലതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി വഴി തുറക്കുന്നവർ കൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 17ാമത്തെ സൂക്തം നമുക്ക് കാണാം. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അള്ളാഹു ഇവിടെ പ്രയോഗിക്കുന്ന പ്രയോഗം നോക്കൂ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ മേൽ വലിയ അനുഗ്രഹമായി, വലിയ സൗഭാഗ്യമായി, ആ സൗഭാഗ്യമായി നൽകിയതെന്താണ്? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസി, അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ അവർക്ക് നൽകിയപ്പോൾ സംഭവിച്ച ആ ഒരു സൗഭാഗ്യത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രവാചകർ നമ്മളിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് വലിയ സൗഭാഗ്യമാണ്, സന്തോഷമാണ് എന്ന രീതിയിലാണ് അള്ളാഹു തന്നെ അതിനെ അറിയിക്കുന്നത്. വേറെയും സൂക്തങ്ങളിൽ കാണാം. യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹി യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ. നമുക്ക് വിശ്വാസത്തിൻ്റെ വഴി തുറക്കുന്നതിന് അനുഗ്രഹമായി വന്ന പ്രവാചകരെക്കുറിച്ച് അത് വലിയൊരു സമ്മാനമാണ്, വലിയൊരു ഔദാര്യമാണ് എന്ന അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും യഥാർത്ഥത്തിൽ പ്രവാചകരെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അത് വലിയ സമ്മാനമാകുന്നത് നമ്മുടെ നന്മ വർദ്ധിപ്പിക്കുന്നു, വികസിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ കൂടെയാണ് എന്നുകൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ സുരക്ഷിതത്വം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവാചകർ ജീവിച്ചു പോയത് എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങളെക്കുറിച്ചുള്ള ഒരു ആലോചന മുആവിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കൊണ്ട് എന്താണ് ഉദ്ധരിക്കുന്നത്? അവർ ഇങ്ങനെ ഇരിക്കുകയാണ്, സഹാബാക്കളൊരു ഹൽക്കയായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടേക്ക് വരുന്നത്. ചോദിച്ചു, മാ അജ്ലസക്കും, നിങ്ങളെ ഇവിടെ ഇരുത്തിയ കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മറുപടി, ഞങ്ങൾ ഇരിക്കുന്ന ജലസ്നാ നസ്കുറുല്ലാഹു അഹ്മദു അലാമ ഹദാന ലിദീനിഹി വമന്ന അലൈന ബിക. അവിടെയുള്ള മറുപടി എന്താണ്? അവിടെ അവസാനത്തെ പ്രയോഗം, അങ്ങയെക്കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഔദാര്യത്തെക്കുറിച്ച് ഓർമ്മിക്കാനും പറയാനും അതിൽ സ്തുതിക്കാനുമൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഇരിക്കുന്നത് എന്ന മറുപടിയാണ് അനുചരനായ സ്വഹാബി മുആവിയ റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പ്രതികരിക്കുന്ന എന്താണ്? ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹി ബിക്കുമുൽ മലായിക. ആ ഒരു ഔദാര്യത്തെ പരിഗണിച്ചുകൊണ്ട്, സമ്മാനത്തെ പരിഗണിച്ചുകൊണ്ടുള്ള ഈ ഇരുത്തത്തെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുമെന്നും മലായിക്കത്തുകളുടെ ഒരു സാന്നിധ്യമുണ്ടാകുമെന്നും നിങ്ങളെക്കൊണ്ട് പൊതിയുമെന്നുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഏറെ വലിയ ഔദാര്യവും വലിയ സമ്മാനവുമായിട്ട് അള്ളാഹു തന്നെ ഖുർആനിലൂടെയും പ്രവാചകർ അവിടുത്തെ വചനങ്ങളിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ഔദാര്യത്തെ, ആ വലിയ സമ്മാനത്തെ നമ്മൾ എത്രമാത്രം വിശാലമായ സ്നേഹത്തിൻ്റെ മനസ്സോടെ സ്വീകരിക്കണം. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഖൽബ് കൊണ്ട് ആ മുത്തുനബിയെ ഈ ഒരു അർത്ഥത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഗൗരവതരത്തിൽ ആലോചിക്കേണ്ടതാണ്. അള്ളാഹു നമുക്കങ്ങനെ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.